ഇന്നത്തെ ന്യൂസ് സാമൂഹ്യക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ 6 സർക്കാർ ഉദ്യോഗസ്ഥർ സസ്പെൻഷനിലായി. 18.5% പലിശ അവർ തിരിച്ചടയ്ക്കണം എന്നാണ് സർക്കാർ പറയുന്നത്. മറ്റൊരു വാർത്ത, അമ്മയെ മകൻ കുഴിച്ചുമൂടി. അത് എറണാകുളത്താണ്. മകനൊരു മദ്യപാനിയായിരുന്നു. വീട്ടിലെ വഴക്കും ബഹളങ്ങളും പതിവായിരുന്നു. അങ്ങനെയാണ് അമ്മയെ മകന് കൊന്ന് കുഴിച്ചു മൂടിയത്. ഇത് രണ്ടുമാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചില വാർത്തകൾ. പിന്നെ ആനകളെക്കുറിച്ച് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ, കണ്ണൂരിൽ 10 വർഷത്തിനുള്ളിൽ ഏകദേശം 16 പേരെ ആന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അവിടെ ആനമതിൽ കെട്ടുന്നുണ്ട്, പക്ഷെ അതൊന്നും പൂർത്തീകരിച്ചിട്ടില്ല. കുറേ ഭാഗങ്ങൾ അവർ കെട്ടിയിട്ടുണ്ട്, ബാക്കി ഭാഗങ്ങൾ ഇനി കെട്ടുവാനുണ്ട്. അത് നിർത്തിവച്ചിരിക്കുകയാണ്. സർക്കാർ എത്രയും വേഗം ആനമതിൽ പൂർത്തിയാക്കണം, അവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കണം എന്നാണ് അവരുടെ ആവശ്യങ്ങൾ. അതുകൊണ്ട് ആനമതിൽ എത്രയും വേഗം പൂർത്തീകരിച്ച് അവിടുത്തെ ജനങ്ങളെ സുരക്ഷിതമായിട്ട് ജീവിക്കുവാൻ ഉള്ള അവസരം ഒരുക്കി കൊടുക്കണം എന്നാണ് പറയുവാനുള്ളത്. അപ്പോൾ ഇന്ന് 2 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ കേട്ടത്. പിന്നെ പത്തനംതിട്ടയിൽ അപകടത്തിൽ ഒരു ഭവനത്തിലെ 4 പേര് മരണപ്പെട്ടിരുന്നു. ഇന്ന് അവരുടെ അടക്കമാണ്. അവരുടെ പള്ളിയിൽ ശുശ്രൂഷകൾ നടക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം അടക്കം ഉണ്ടായിരിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പം ഈ 2-3 വിഷയങ്ങളാണ് ഇന്ന് നമുക്ക് അറിയുവാനുള്ളത്. തുടർന്ന് മറ്റു വിഷയങ്ങളിലേക്ക് നമുക്ക് പോകാം.